പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം 57:2. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമുഖത്തിൽ കർത്താവ് നൽകിയ യേശയ്യാ പ്രവചനം 57-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വാക്യം വളരെ മനോഹരമായ വചനമാണ്. നമുക്കെല്ലാം ചെയ്തു തരുന്നത് കർത്താവാണ്. നമുക്ക് ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഏറ്റു പറയാം. അത്യുന്നതനായ ദൈവത്തെ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ എന്റെ കർത്താവേ, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നെയാണ് എല്ലാം ചെയ്തു തന്നതെന്ന് ഏറ്റുപറയുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 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 ആരാധന 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 ആരാധന. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെ. കൈകളടിച്ച് സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ, ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഓ കർത്താവേ, മോശയുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. മരുഭൂമിയിൽ ദൈവജനത്തിനു വേണ്ടി അവിടുന്ന് പ്രവർത്തിച്ചത് ഓർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. ദൈവമേ, അവിടുന്ന് ചെങ്കടൽ വിഭജിച്ചു,
അവിടുന്ന് കർത്താവിന്റെ ജനത്തിന് വേണ്ടത് മുഴുവൻ നൽകി. ഓ ദൈവമേ, പറയുന്ന ജനം നൽകി. സിനായി മലയിൽ അവിടുന്ന് ഇറങ്ങി വന്നു. ദൈവമേ, എല്ലാം അവിടുന്ന് തന്നെ ജനതയ്ക്ക് ചെയ്തു കൊടുത്തത് ഓർത്ത് പഴയ നിയമത്തിൽ മോശയോടും പ്രവാചകന്മാരോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മോശയിൽ നിറഞ്ഞ ദൈവത്തിന്റെ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിന്റെ ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ മുൻപിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ മുൻപിൽ ആഴിത നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു കൈകൾ ഉയർത്തി കൈയടിച്ച് താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഓ കർത്താവേ, ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടത് ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവമേ, ചുടുകളിൽ ചുട്ടെടുത്ത് അപ്പം കൊടുത്ത് ഓർത്ത് നന്ദി പറയാം. രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നപ്പോൾ കൂടെ നിന്ന് പ്രവൃത്തി ഓർത്ത് നന്ദി പറയാം. ദൈവമേ, ഇന്ന് ഞങ്ങൾ ഞെരുക്കങ്ങളോട് കടന്നു പോകുമ്പോൾ അവിടുന്ന് ഇടപെടുന്നതിനോർത്ത് നന്ദി പറയാം. ദൈവമേ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിൽ, മനസ്സിലാക്കപ്പെടാത്ത അനുഭവങ്ങളിൽ, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ യാതൊരു നിർവാഹവും അടഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടും ഞങ്ങൾ കാണുകയാണ്, വിശ്വസിക്കുകയാണ്, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. ഏലിയായിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. പാലിനു മുൻപിൽ കാർമലിൻ മുകളിൽ അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. പാലിനു മുൻപിൽ കാർമലിൻ മുകളിൽ അഗ്നിയായി ഇറങ്ങിയ കൈകൾ ഉയർത്തി താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണം. ഓരോ ഹൃദയങ്ങളെ തൊടണമേ. ഓ കർത്താവെ, സ്പർശിക്കണം. ദൈവമേ, ജീവിതത്തിൽ കഠിനമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി അവിടുന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. കർത്താവ് ദൈവമേ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് കൈപിടിച്ച് നടത്തുന്നോർത്ത് കാണുകയാണ്. ഈ ഞെരുക്കത്തിന്റെ കാലങ്ങളിൽ ഓ കർത്താവേ, അവിടുത്തെ ശക്തി പ്രവഹിക്കുന്നത് ഞങ്ങൾ കാണുകയാണ്. ഓ ദൈവമേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം വിശ്വാസം മരവിച്ച് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ ഓരോ വ്യക്തികളും ഇപ്പോൾ ഈശോയുടെ നാമത്തിന്റെ അത്ഭുതകരമായ സത്യ ജീവൻ പ്രാപിക്കും. ബാലിക ബാലന്മാര് വലിയ ഉണർവ് കൊണ്ട് നിറയട്ടെ. യുവതി യുവാക്കന്മാരുടെ മേൽ വലിയ ക്രമ നിറയട്ടെ. വലിയ അഭിഷേകത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആവശ്യക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് രൂപാന്തരം പ്രാപിക്കുന്ന ജ്ഞാനവും വചനവും ഇപ്പോൾ ആവശ്യിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സമാധാനം സൃഷ്ടിക്കാൻ ശാസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൊതുവെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാം നല്ല ക്രമത്തിൽ സമാധാനത്തിൽ പോകണം എന്നൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക്.
കാരണന്മാരൊക്കെ പലപ്പോഴും ഉപദേശം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളായിട്ട് ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കരുത്, എല്ലാം നല്ല സമാധാനത്തിൽ പോകണം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചുറ്റും നടമാടുന്ന പല തിന്മകളും തെറ്റുകളും കണ്ടിട്ട് നമ്മളായിട്ടൊരു ഉപദ്രവം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കണ്ണടച്ച് കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ പോകുമ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, നമ്മൾ സമാധാനം സൃഷ്ടിക്കുന്നവരല്ല, വലിയ ഉപദ്രവം വരുത്തി വയ്ക്കുന്നവരാണ്. അതിനെക്കുറിച്ച് വെളിച്ചം കിട്ടുന്ന തിരുവചന ഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 10 വേഴ്സ് 10. തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വയ്ക്കുന്നു, ധൈര്യപൂർവം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ വലിയ ഉപദ്രവം വരുത്തി വയ്ക്കുന്നയാളാണ്. എന്നാൽ തെറ്റ് കണ്ടിട്ട് ശാസിക്കുന്നവനാകട്ടെ വലിയ സമാധാനം സൃഷ്ടിക്കുന്നയാളാണ്. പറഞ്ഞ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകൾ യുവജനങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ യുവജന സുഹൃത്തുക്കളോട് ചോദിച്ചു, പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പലരും വചനം ലംഘിച്ച പല പ്രവൃത്തികളും ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഒന്ന് തിരുത്താത്തത്? അല്ലെങ്കിൽ സമൂഹത്തിൽ പലതരത്തിലുള്ള തിന്മകൾ നടമാടുന്നത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തത്? ആ യുവജനങ്ങൾ പെട്ടെന്ന് മറുപടികൾ പറഞ്ഞു. ആ മറുപടികളെല്ലാം കൂടെ ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞ പ്രശ്നങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മൾ തമ്മിലുള്ള ചില ബന്ധം മുറിഞ്ഞു പോകും. വേറെ ചില ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങാൻ നിൽക്കേണ്ടി വരും. വേറെ ചില ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അറിവില്ലാത്തത് കൊണ്ടാണ്. വേറെ ചില ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനത് പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് കുറച്ച് പ്രത്യാഘാതങ്ങളുണ്ടാകും, ആ പ്രത്യാഘാതങ്ങൾ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. വേറെ ചില ആൾക്കാർ പറഞ്ഞിങ്ങനെയാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോകും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, തെറ്റിന് നേരെ നമ്മൾ കണ്ണടച്ച് കുഴപ്പം ഉണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആ തെറ്റ് തിരുത്താതെ പോകുമ്പോൾ സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും വലിയ ഉപദ്രവങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറ്റപ്പെടുകയാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കാണ്, പണ്ടത്തെ ചെറുപ്പകാലത്തെ കാര്യങ്ങൾ ഓർക്കാണ്. അന്നിപ്പോൾ ഒരു കുട്ടികൾ അത് ഇന്ന ആളുടെ കുട്ടിയായിരിക്കണമെന്നില്ല, ടൗണിൽ കിടന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാണ്, അല്ലെങ്കിൽ മഴ നനഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുട്ടികളല്ല. പക്ഷേ അന്നത്തെ കാരണം അത് കയറിപ്പോടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ തെറ്റിതിരുത്തുമായിരുന്നു. അത് ഇന്ന കുടുംബത്തിലെ കൊച്ചാണെന്ന് നോക്കിയല്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാഞ്ഞു പറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് സമാധാനം ഉണ്ടാകാൻ വേണ്ടി മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അസമാധാനത്തെ സൃഷ്ടിക്കുന്ന വ്യക്തികളാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കാം, പണ്ട് കാലത്തെ കുടുംബങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ എല്ലാവരും തിരുത്തും, അതിനകത്ത് വ്യത്യാസമില്ല. ചേട്ടന്മാർ തിരുത്തും, മാതാപിതാക്കന്മാർ തിരുത്തും, ബന്ധുക്കൾ തിരുത്തും. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ആർക്കും ആരും തിരുത്താൻ പറ്റിയല്ല. ആരെന്ത് ചെയ്താൽ ഒരു തിരുത്തൽ കൊടുക്കാൻ പറ്റാത്ത വിധം സമൂഹത്തിൽ രൂപാന്തരീകരണം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇത് പഴയ നിയമത്തിലെ വചനമാണെന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. പുതിയ നിയമത്തിൽ ഈശോ മിശിഹാ വളരെ കൃത്യമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് 3. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. സമൂഹത്തോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്, നിങ്ങൾ നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം. ശ്രദ്ധയുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുട്ടികളെ എവിടെയെങ്കിലും പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ പോവുകയാണെങ്കിൽ മാതാക്കന്മാർ പറഞ്ഞു വിടണം, മോനെ ശ്രദ്ധിച്ചു പോകണം, അല്ലെങ്കിൽ റോഡിൻ്റെ വലതുവശം ചേർന്ന് പോകണം, എതിരെ വണ്ടി വരുന്നൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെ നല്ല ശ്രദ്ധയോടെ പോകണം. ഇന്ന് പെൺകുട്ടികളെ തന്നെ ഒരു സ്ഥലത്തേക്ക് വിടുകയാണെങ്കിൽ കാരണവന്മാർക്ക് നല്ല ശ്രദ്ധയുണ്ട്, കുട്ടികളെ കൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നല്ല ശ്രദ്ധയുണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങൾ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം. ഏത് കാര്യത്തിൽ? നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവനെ ശാസിക്കുന്ന കാര്യത്തിൽ നിനക്ക് നല്ല ശ്രദ്ധ വേണം. ഇത് ദൈവത്തിൻ്റെ വചനമാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ശാസിക്കുമ്പോൾ അവൻ പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യണം.
അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരെങ്കിലും ജീവിതത്തിൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ കണ്ട് ഫേസ്ബുക്കിൽ എഴുതി പരസ്യമാക്കുന്നതല്ല ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള രീതി. മറിച്ച് ആ വ്യക്തികളെ തിരുത്തണം, ശാസിക്കണം, പറയണം, തെറ്റ് തിരുത്തിയാൽ ക്ഷമിക്കണം. ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ചൈതന്യം ഉള്ളിലുണ്ടാവും. ഞാൻ ഓർക്കാണ്, ഞാൻ പണ്ടത്തെ കാരണന്മാരെ തന്നെ ഓർക്കാണ്, അവർ നമ്മൾ പഠിക്കുന്ന അത്ര വചനം അവർ പഠിച്ചിട്ടില്ല. നമ്മൾക്ക് കാണാതെ വചനം അറിയാവുന്ന 4 വചനം അവർക്ക് അറിയത്തില്ല. പക്ഷേ അവർക്ക് ഈ ദൈവവചനത്തിൽ എഴുതപ്പെട്ട എല്ലാ കാര്യങ്ങളും ചൈതന്യം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, വചനം അറിയത്തില്ലെങ്കിലും വചനത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ പോകുന്നത് കണ്ടാൽ അപ്പം തന്നെ തിരുത്തും. അതാരാണെന്ന് മുഖം നോട്ടമില്ല. കാരണം എന്താ? കാരണം ദൈവത്തിൻ്റെ വചനം ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ എവിടെയാ വായിക്കുന്നത്? 2 തിമോത്തിയോസ് 3:16, 2 തിമോത്തി ചാപ്റ്റർ 3:16. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിലും ഉപകരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ വിശുദ്ധ ലിഖിതമെല്ലാം ദൈവത്തിന്റെ ആത്മാവിനാൽ നിവേശിതമാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുക. അത് പ്രബോധനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് ശാസനത്തിന് വേണ്ടിയുള്ളതാണ്, അത് തെറ്റുതിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് നീതിയിലുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ള വ്യക്തിക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ തിരുത്താതിരിക്കാൻ പറ്റില്ല, ചില കാര്യം കാണുമ്പോൾ ശാസിക്കാതിരിക്കാൻ പറ്റില്ല. ഇന്ന് തെറ്റ് തിരുത്തുമ്പോഴും ശാസനകൾ നടത്തുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പണ്ട് അപ്പനും അമ്മയും നമ്മെ തിരുത്തിയപ്പോൾ കുറച്ച് വിഷമം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ശാസിച്ചപ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തെറ്റ് കണ്ടാൽ തന്നെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുമോ, അവർക്ക് പ്രശ്നം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അവരുടെ ഇംപ്രഷൻ നമ്മളിൽ നിന്ന് കട്ടായി പോവുമോ, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധം മുറിഞ്ഞു പോകുമോ, അതിന് കൊടുത്ത് എനിക്ക് കുറച്ച് പ്രത്യാഘാതം വരുമോ എന്നൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും കണ്ണടിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിലെ പ്രേരിതമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് വചന ലംഘനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. കാരണം ദൈവവചന പ്രകാരം ഒരു വ്യക്തി ശാസന കൊടുക്കുമ്പോഴും തിരുത്തൽ കൊടുക്കുമ്പോഴുമാണ് വലിയ നന്മ ചെയ്യുന്നതെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 28:23. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ മുഖസ്തുതി പറഞ്ഞ് സുഖിപ്പിക്കുന്ന ആളല്ല, മറിച്ച് ശാസിക്കുന്നവനാണ്. അപ്പോൾ ശാസിക്കുന്ന ചിലപ്പോൾ അംഗീകാരം കിട്ടിയെന്ന് വരില്ല, അയാൾ ഒറ്റപ്പെട്ടു എന്ന് വരാം, മാറ്റി നിർത്തപ്പെട്ടു എന്ന് വരാം, അയാൾക്ക് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ പിന്നീട് ചരിത്രം ഓർക്കുന്നതും ആൾക്കാരുടെ മനസ്സിൽ നന്മയായിട്ട് മുഴങ്ങുന്നതും ഈ ശാസിക്കുന്നവനെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക എൻ്റെ സഹോദരങ്ങളെ, പണ്ട് നമ്മളെക്കുറിച്ച് മുഖസ്തുതി പറഞ്ഞവരുടെ കാര്യങ്ങളാണോ, അതോ നമ്മളുടെ തെറ്റു തിരുത്തിയവരാണോ നമുക്ക് കൂടുതൽ നന്മ ചെയ്തോന്നൊന്ന് ആത്മശോധന ചെയ്ത്. ഹെബ്രായ ലേഖകൻ ഈ കാര്യം കുറച്ചുകൂടി വ്യക്തമായി പുതിയ മുതൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 12:11. അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. അപ്പം നമ്മൾ സമൂഹത്തിൽ തെറ്റ് കാണുമ്പോഴും കുടുംബത്തിൽ തെറ്റ് കാണുമ്പോഴും നമ്മൾ ഉറ്റ ഫ്രണ്ട്സ് വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴും എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ചെറിയ തീരുതൽ അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ, തിരുത്തൽ കൊടുക്കുമ്പോൾ, ചിലപ്പോൾ വഴക്ക് പറയുമ്പോൾ, ചിലപ്പോൾ ശാസിക്കുമ്പോൾ താൽക്കാലികമായി അത് വേദന ഉണ്ടാക്കുമെങ്കിലും, എല്ലാ ശിക്ഷണവും കുറച്ച് വേദന ഉണ്ടാക്കും. എന്നാൽ കാലാന്തരത്തിൽ തെളിയിക്കപ്പെടുന്നത് ഇതായിരുന്നു ശരിയെന്ന് അവർ ഓർക്കുമെന്നാണ് വചനം വെളിപ്പെടുന്നത്. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴമായിട്ട് പറയാനുണ്ട് സഹോദരങ്ങളെ. ഇതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മകൾക്ക് നല്ലൊരു വാഹന സമ്മാനം മേടിച്ചു കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയാണ് ഒരു ശാസന കൊടുക്കുന്നത്, ഒരു തിരുത്തൽ കൊടുക്കുന്ന വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ്. ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 25:12. ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ
സ്വർണം കൊണ്ടുള്ള കർണാഭരണമോ കണ്ടാഭരണമോ പോലെയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ജ്ഞാനിയായ ദൈവകൃപയുള്ള ഒരാളുടെ ശാസന എന്ന് പറയുന്നത് എന്താണെന്ന് വചനം വെളിപ്പെടുത്തുക. ഒരു കർണാഭരണമോ കണ്ടാഭരണമോ പോലെയാണ് എന്ന് പറഞ്ഞാൽ കണ്ടാഭരണം കഴുത്തിൽ നല്ലൊരു മാലയിട്ട് കൊടുക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ കാതിൽ നല്ലൊരു കമ്മലിട്ട് കൊടുക്കുന്നത് പോലെയാണ് നല്ലൊരു തിരുത്തലും നല്ലൊരു ശാസന എന്നാ പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ പണ്ടത്തെ കാരണന്മാർക്ക് ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ തെറ്റ് തിരുത്തുമ്പോഴും ശാസന കൊടുക്കുമ്പോഴും അവർ നമ്മൾ കൊടുക്കുന്ന പോലെ ഓരോ ബർത്ത്ഡേക്കും ബെസ്റ്റ് ഗിഫ്റ്റ് ബോക്സുകളൊന്നും കൊടുക്കാൻ അന്ന് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് പോലത്തെ ഉള്ള ഏറ്റവും പുതിയ സംഗതികളൊന്നും സമ്മാനമായിട്ട് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ അന്നത്തെ കാലത്ത് നല്ല ശാസനയും നല്ല തിരുത്തലുകളും നല്ല വഴക്ക് പറച്ചിലും കൊടുത്ത് വളർത്തുക കണ്ടെന്താ അവരെല്ലാം നല്ല കൃപയിലേക്ക് കയറി വന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. തുടക്കത്തിലെ വചനം വീണ്ടും ഒന്ന് ഓർമ്മിക്കുകയാണ്. തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ വലിയ ഉപദ്രവം വയ്ക്കുകയാണ്, എന്നാൽ ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ, ധൈര്യപൂർവ്വം ശാസിക്കുന്നവൻ സമാധാനം സൃഷ്ടിക്കുന്നു. അപ്പൊ ഇന്ന് അനേകർക്ക് ഒരു തെറ്റ് കണ്ടാൽ തിരുത്താൻ പറ്റാത്തത്, സമൂഹത്തിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ വട്ടാരിച്ച ടോക്കുകളൊക്കെ കേട്ട നമ്മുടെ മനസ്സിലുണ്ട്. സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണ ശേഷിയും ഇല്ലാത്തതുപോലത്തെയുള്ള ഒരവസ്ഥ വരുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ധൈര്യമുള്ളവന് മാത്രമേ ശാസിക്കാൻ പറ്റുള്ളൂ, ധൈര്യമുള്ളവന് മാത്രമേ തിരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തിരുത്തലുകൾ കൊടുക്കാത്തതിന്റെ ഒരു കാരണം ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. എന്തിനുള്ള ധൈര്യം? ഒറ്റപ്പെടലിനെ ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യമില്ല. അതിന് വരുന്ന പ്രത്യാഘാതങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല. ചില കാര്യങ്ങൾ മുറിഞ്ഞു പോകുമെന്നുള്ള ഏറ്റെടുക്കേണ്ട ധൈര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അപ്പസ്തോലന്മാർ ആർക്കും മുഖം നോട്ടമില്ല. അവർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ്. അനേകര് തിരുത്തലുകൾ കൊടുക്കാത്തതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒരു വാക്ക് പോലും പറയാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം നമ്മൾ കണ്ടെത്തുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിലാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 20:29. സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു, വായിൽ തിരുകിയ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു. എന്തൊരു ഷാർപ്പ് വചനമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സമ്മാനങ്ങളും ഔദാര്യങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ പറ്റാത്തത് വായിൽ തുണി തിരികെ കയറ്റി വെച്ച സ്ഥിതിയിലേക്കാക്കി. നമ്മൾ ഒരുപാട് ഔദാര്യം സ്വീകരിച്ച് പഠിച്ചാൽ പിന്നെ ഒരു കാര്യത്തിനും ഒരാളെയും തിരുത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേർക്ക് കാര്യങ്ങൾ അറിയാം, ജ്ഞാനികളാണ്, എല്ലാ കാര്യം കൃത്യമായിട്ട് അറിയാം, അപകടങ്ങൾ അറിയാം, മക്കൾ പോകുന്ന അവസ്ഥകൾ അറിയാം, കുടുംബങ്ങൾ പോകുന്ന അവസ്ഥകൾ അറിയാം, സഭയിലുണ്ടാകുന്ന പ്രതിസന്ധികൾ അറിയാം, എല്ലാ തരത്തിലുള്ള ആനുകാലിക പ്രശ്നങ്ങളും കൃത്യമായ അറിവുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. വായിൽ തുണി തിരുകി കയറ്റി വെച്ച അതേ അവസ്ഥയിൽ ഇരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്താണ് കാരണം? ഈ ലോകവുമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, ഈ ലോകത്തിന്റെ ഒരുപാട് ഔദാര്യങ്ങൾ കൈപ്പറ്റിയത് കൊണ്ട്, ഈ ലോകത്തിൽ ഒരുപാട് ഉടമ്പടികൾ ഏർപ്പെട്ടത് കൊണ്ട് പറയാൻ പറ്റിയല്ല. കാരണം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. ഇത് പറയുമ്പോൾ നമ്മൾ ഉടനെ ചുറ്റുമുള്ള മുഴുവൻ ആൾക്കാരിലേക്ക് അല്ല നോക്കേണ്ടത്, നമ്മുടെ മനസാക്ഷിയിലേക്ക് നോക്കണം. ഇന്ന് പല കാര്യങ്ങളും തിരുത്താൻ പറ്റാത്തതിന് കാരണം, ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്തതിന് കാരണം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥയുണ്ടോ എന്നാണ് ആത്മശോധന ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമുക്ക് വന്നുകൂടാവുന്ന ഒരു അപകടമുണ്ട്. നമ്മളിങ്ങനെ ശാസിച്ചാൽ, നമ്മൾ തിരുത്തിയാൽ അവരുടെ മനസ്സ് മുറിയല്ലേ, അവർക്ക് വിഷമം ഉണ്ടായല്ലേ. അതിനെക്കുറിച്ച് വചനം എന്താണെന്ന് പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 8:33. വചനം ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പത്രോസിന്റെ ഉള്ളിൽ ഒരു പ്രവൃത്തി കറക്റ്റ് അല്ല, അവന്റെ ചിന്ത കറക്റ്റ് അല്ല. പത്രോസ് ലിംഗായോട് കർത്താവിന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് പത്രോസിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ശരിയല്ലാത്തത് കൊണ്ട് സാത്താനെ എന്ന് വിളിച്ചുകൊണ്ട് പത്രോസിനെ ശാസിക്കുകയാണ്, വഴക്ക് പറയുകയാണ്, തിരുത്തുകയാണ്, നീ മാറിപ്പോകാൻ വേണ്ടി പറയാ. അതിൻ്റെ അർത്ഥം ആ വ്യക്തിയല്ല ശാസിക്കുന്നത്, പറയാ ആ വ്യക്തിയിൽ കുട്ടികൊള്ളുന്ന ഒരു തിന്മയുടെ പ്രവണതയാണ് ശാസിക്കുന്നത്. അതുകൊണ്ട് വഴക്ക് പറയുമ്പോഴും തെറ്റിതിരുത്തുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മളൊരു വ്യക്തിയെ വെറുക്കല്ല ചെയ്യുന്നത്, ആ വ്യക്തിയെ മുറിപ്പെടുത്തല്ല ചെയ്യേണ്ടത്, മറിച്ച് അവനിലുള്ള തിന്മയാണ് ശാസിക്കുന്നത്. അവനുള്ള ഒരു ശരിയല്ലാത്ത പ്രവണതയാണ് വഴക്ക് പറഞ്ഞ് തിരുത്തുന്നത്.
അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വഴക്ക് സ്വീകരിച്ചും ശാസന സ്വീകരിച്ചും തിരുത്തൽ സ്വീകരിച്ചും വളർന്നു വരുന്നവരും ഇതൊന്നും സ്വീകരിക്കാതെ വളർന്നു വരുന്ന സമൂഹം വ്യക്തികളിലുമൊക്കെ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഹല്ലേലൂയ. കോൺഗ്രിഗേഷൻ ആയാലും രൂപതകളായാലും അത് സ്ഥാപനങ്ങളായാലും കുടുംബമായാലും എന്ത് തന്നെ ആയാലും അനേകരുടെ ജീവിതത്തിലുള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ശാസന സ്വീകരിക്കാൻ ഇഷ്ടമല്ല, തിരുത്തൽ സ്വീകരിക്കാൻ ഇഷ്ടമില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ തിരുന്ന പറഞ്ഞു, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എൻ്റെ കാര്യം നോക്കിയാണ് എനിക്കറിയാം. ചിലപ്പോൾ ചില കുടുംബങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അപ്പനും അമ്മയും കൂടെ ചിലപ്പോൾ മക്കളെ വഴക്ക് പറയുമ്പോൾ അപ്പൻ എന്നെ പഠിപ്പിക്കണ്ട, അമ്മ എന്നെ പഠിപ്പിക്കണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എനിക്ക് പ്രായപൂർത്തിയായി, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ ആർക്കും തിരുത്ത് പറയാൻ പറയും എല്ലാ മണ്ഡലങ്ങളിലും. എൻ്റെ സഹോദരങ്ങളെ, ഒരാൾക്ക് തിരുത്തൽ സ്വീകരിക്കാൻ മടിയാണെങ്കിൽ, ഒരാൾക്ക് ഒരു ശാസന സ്വീകരിക്കാൻ അതിനൊരു റിയാക്ഷനാണ് കാണിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു തിന്മയുടെ സ്വാധീനം ഉണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 21:6 വചനം പഠിപ്പിക്കുകയാണ്, ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്, കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. അപ്പോൾ ശാസനയോടൊരു വെറുപ്പ്, തിരുത്തലിന് താല്പര്യമില്ല, അതിൻ്റെ അർത്ഥം അവൻ പാപത്തിന്റെ വഴിയിലാണ്, വചനം ലംഘിക്കുന്ന വഴിയിലാണ്. എന്നാൽ ശാസന സ്വീകരിക്കുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വീണ്ടും അതിന് വെളിപ്പെടുത്തൽ തരുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകൻ 32:14 ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 32:14. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ദൈവഭക്തി ഉണ്ടെങ്കിൽ, ദൈവവചനത്തോടെ കൂറുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, ഒരു ശാസനം കേട്ടാൽ ഉടനെ അത് സ്വീകരിക്കും, ഏറ്റെടുക്കും, തെറ്റുതിരുത്തും, ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കും. എന്നാൽ ആരാണ് ശാസന നിരസിക്കുന്നത്? പാപമുള്ളവനാണ്. വീണ്ടും വചനം കൃത്യമായിട്ട് വീണ്ടും വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ കാണുന്നത് പ്രഭാഷകൻ 32:17 ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 32:17. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. പാപമുള്ളവൻ ദുഷ്ടൻ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ശാസന സ്വീകരിക്കാത്തത്. അവൻ തന്നിഷ്ടത്തിന്റെ വഴിയെ പോകും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വചനം വെളിപ്പെടുത്തുന്നത്, ശാസനം ആദരിക്കപ്പെടുന്നവനാണ് ബഹുമാനിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഈ ലോകത്തിൽ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ചുറ്റുമുള്ളവരിലാണെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ അത് തിരുത്താതെ പോകരുത്. പ്രശ്നമുണ്ടാകും എന്ന് വിചാരിച്ച് എൻ്റെ സഹോദരങ്ങളെ അടങ്ങിയിരിക്കരുത്. വലിയ ഉപദ്രവം ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടും. ശാസിക്കുന്നവനെ തിരുത്തണമെന്നാണ് സമാധാനം സൃഷ്ടിക്കുന്നത്, അവനാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത്, അവനാണെ കുറിച്ചാണ് പിന്നീട് സമയം ഓർത്തിരിക്കുന്നത്. അതേസമയം തന്നെ 2-ാമത്തെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് ശാസനകളും തിരുത്തലുകളും സ്വീകരിക്കുമ്പോൾ അത് ഒരു കൃപയുടെ വഴിയാണെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് തുറന്നുള്ള ആരാധന സമയത്ത് സഹോദരങ്ങളെ, ഇതുവരെയുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പാപഘടകങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ശാസിക്കാനും തിരുത്താനും ഉള്ളൊരു കൃപയും കൂടെ കർത്താവിന്റെ ആത്മാവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയങ്ങളെ എളിമപ്പെടുത്താം. ആത്മാവിലെ എളിമയും അനുതാപമുള്ള ഹൃദയങ്ങളെ കർത്താവ് സ്പർശിക്കും. കർത്താവെ, പലതും കണ്ടിട്ട് തിരുത്തിയില്ല, പലവിധ കാരണങ്ങൾ കൊണ്ട് പലതും പറയാതെ കടന്നുപോയി, അതെല്ലാം വലിയ തിന്മകൾക്ക് കാരണമായി. ദൈവമേ, ഞങ്ങളിന്ന് തിരിച്ചറിയുകയാണ്. ദൈവമേ, ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലേക്ക് അവിടുന്ന് ഇടപെടണമേ. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവെ, ഇന്ന് ഏത് നിയോഗത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ആശീർവാദം സ്വീകരിക്കുന്നത്, ആ മേഖല അവിടുന്ന് കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു, രോഗികൾ പ്രാർത്ഥിക്കുന്നു, തടസ്സങ്ങളിരിക്കുന്നവർ വിടുതൽ ഭാവിക്കുന്നു, കൃപ തൂകണേ, ഈശോയേ കൃപ തൂ